ഓണക്കാലത്ത് ഫാമിലി ഓഡിയൻസിന് വേണ്ടി ഹൃദയപൂർവ്വം എന്ന സിനിമ ഉള്ള പോലെ തന്നെയാണ് യൂത്ത് ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്ത ലോക എന്ന സിനിമ ബെഞ്ച് മാർക്ക് ഓഫ് ബോളിവുഡ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. എൻ്റെ ഒരു പ്രാർത്ഥന ഈ ഒരു സിനിമ ലോകം മൊത്തം കാണണം, അറിയണം എന്ന് തന്നെയാണ്. അത്രയും റേഞ്ച്, അത്രയും പൊട്ടൻഷ്യൽ, അത്രയും കേപ്പബിലിറ്റി ഉള്ള സിനിമയാണ്. ആവേശം എന്ന സിനിമ ലോകം മൊത്തം അറിഞ്ഞ പോലെ തന്നെ ഈ ഒരു സിനിമയിലൂടെ മലയാള സിനിമയുടെ സ്റ്റോറി ടെല്ലിംഗ് അല്ലെങ്കിൽ റൂട്ടഡ് സ്റ്റോറി ടെല്ലിംഗ് പവർ എല്ലാവരും അറിയണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ട്. പിന്നെ വേറെ ഒരു വ്യക്തിയെ കൈയടി കൊടുക്കുന്നതാണ് ദുൽഖർ സൽമാൻ, വേഫെയറർ പ്രൊഡക്ഷൻസ്. ഡൊമിനിക് അരുൺ എന്ന ഡയറക്ടറിന്റെ ആ ഒരു വിഷയം മനസ്സിലാക്കുകയും ആ ഒരു വേൾഡിൽ ബിലീവ് ചെയ്ത് സിനിമ പ്രൊഡ്യൂസ് ചെയ്തതിന് 30 കോടിയാണ് സിനിമയുടെ ബഡ്ജറ്റ്. വിശ്വസിക്കാൻ പറ്റില്ല, അമ്മാതിരി പ്രൊഡക്ഷൻ ക്വാളിറ്റിയാണ് സിനിമയുടെ. വേറെ ഏതെങ്കിലും ഇൻഡസ്ട്രി ആണെങ്കിൽ എന്ത് വന്നാലും ഒരു 150-200 കോടി എന്ത് വന്നാലും പ്രൊഡ്യൂസറിന്റെ കാശ് പൊട്ടിച്ചേനെ. ഇത് 30 കോടിക്ക് ഉണ്ടാക്കി വെച്ച വേൾഡ് കാണണം. ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് ആയ ഒരു വേൾഡ്. പക്ഷെ കറണ്ട് വേൾഡ് തന്നെയാണ് ഈ കേരള ഫോക്ലോർ അവർ മിക്സ് ചെയ്തിരിക്കുന്നത്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട്, വളരെ ഇൻട്രിഗിങ് ആയിട്ട് തന്നെയാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അത് ഏത് മുത്തശ്ശിക്കഥയുടെ ക്യാരക്ടർ നിങ്ങൾ കണ്ടേ അറിയുക. പാടത്തിന്റെ തുടക്കം മുതലേ നിമിഷ് രവിയുടെ വിഷ്വൽസ് നമ്മളെ ആ വേൾഡ് ട്രാൻസ്പോർട്ട് ചെയ്യും. നിമിഷ് രവി നിങ്ങൾ വേറെ ലെവലാണ്. ഡയറക്ടറിന്റെ ആ വിഷയം കറക്റ്റ് ആ ലെൻസിലൂടെ നിങ്ങൾ പകർത്തിയിട്ടുണ്ട്. ഇത് ഈ ഒരു കാലഘട്ടം തന്നെയാണോ എന്ന് പോലും നമ്മൾ സംശയിച്ചു പോകും. അമ്മാതിരി ലെവലിലാണ് കർണാടക എന്ന സ്റ്റേറ്റിനെ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ആദ്യം മുതൽ അവസാനം വരെ നിമിഷ് രവിയുടെ വിഷ്വൽസിന് നമ്മളെ വണ്ടർ അടിപ്പിച്ച് തീർത്ത് ഇരുത്താൻ സാധിച്ചിട്ടുണ്ട്. ലൈറ്റിംഗ്, ഈ സിനിമയുടെ കളർ എല്ലാം ആ ഒരു ഫാന്റസി വേൾഡ് ബിൽഡിങ്ങിന് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ പടത്തിന്റെ ഒരു 65% പോർഷൻസും വേൾഡ് ബിൽഡിങ്ങിലാണ് കോൺസെൻട്രേറ്റ് അല്ലെങ്കിൽ ഫോക്കസ് കൊടുത്തിരിക്കുന്നത്. ഓരോ ക്യാരക്ടേഴ്സും ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അവരെ ചുറ്റിപ്പറ്റി നടക്കുന്ന ഓരോ സീക്വൻസസ് കാണിക്കുക, അങ്ങനെ പയ്യെ പയ്യെ എലിവേറ്റ് ചെയ്ത് പോകുന്ന ഒരു സ്റ്റോറി ടെല്ലിംഗ് പാറ്റേൺ ആണ്. സെക്കൻഡ് ഹാഫിൽ ഒരു 30 to 40 മിനിറ്റ്സ് ആണ് എല്ലാ ഡോട്ട്സും കണക്ട് ചെയ്തിട്ട് ഒരു കിടില ക്ലൈമാക്സിലൂടെ ഡെലിവറി ചെയ്യണത്. പിന്നെ സെക്കൻഡ് ഹാഫിൽ കുറെ സർപ്രൈസ് ക്യാമിയോസ് ഉണ്ട്. അതെല്ലാം ഭയങ്കര ഇംപ്രസീവായ രീതിയിലാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. 5 സെക്കൻഡ് മുതൽ 20 മിനിറ്റ് വരെയുള്ള ക്യാമിയോസ് പോലും ഭയങ്കര ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. ആ ഓരോ ക്യാമിയോസിന്റെ കഥ പോലും നമുക്ക് കാണാൻ ഒരു കൗതുകം വരും, അല്ലെങ്കിൽ ഭയങ്കര ത്വര വരും. അത്രയും രസമായിട്ടാണ് ഇവരൊക്കെ കാണിച്ചിരിക്കുന്നത്. ഈ യൂണിവേഴ്സിലെ സിനിമകൾ പെട്ടെന്ന് വരട്ടെ എന്നൊരു ആഗ്രഹം പോലും നമുക്ക് വരും. പിന്നെ ഫസ്റ്റ് ഹാഫിൽ ഒരു ഫ്ലാഷ് ബാക്ക് പോർഷൻ ഉണ്ട്. കുട്ടി നീലിയുടെ അല്ലെങ്കിൽ കല്യാണി പ്രദേശത്തിന്റെ ചെറുപ്പകാലം കാണിക്കുന്ന ഒരു പോർഷൻ. അത് പൊളിച്ചു. അത് ഭയങ്കര ഇന്റൻസ് ആയിട്ടാണ് എക്സിക്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിനകത്ത് കുട്ടി നീലി എന്നൊരു ക്യാരക്ടർ ഉണ്ട്. ഒരു ചെറുകുട്ടിയാണ് നമ്മുടെ കല്യാണി പ്രദേശത്തിന്റെ ചെറുപ്പകാലം അഭിനയിച്ച കുട്ടി. ആ കുട്ടി വേറെ ലെവലായിരുന്നു. അത് ഏതാ കൊച്ചിന്ന് പോയി നമുക്ക് അറിയാൻ പറ്റില്ല. ആ ഒരു കൊച്ചിന്റെ പ്രകടനമാണ് ആ ഒരു ഫ്ലാഷ് ബാക്ക് പോർഷൻ അത് വേറെ ലെവലാക്കി മാറ്റണത്. ഈ സിനിമയിൽ ചെറുപ്പം മുതലേ വലിയവരുടെ പോലെ കാസ്റ്റിംഗ് പെർഫെക്റ്റ് ആയിരുന്നു. അതേപോലെ തന്നെ കല്യാണി പ്രിയദർശൻ ചന്ദ്ര എന്ന ക്യാരക്ടർ വളരെ അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല മലയാളത്തിൽ ഇത്രയും നന്നായിട്ട് ഈ ഒരു ക്യാരക്ടറിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയ വേറൊരു ആക്ട്രസ് ഉണ്ടെന്ന്. കാരണം അത്ര ഗംഭീരമായിരുന്നു ആക്ടിങ്. അതായത് ആ ഒരു ഫിറ്റ്നസ് ആണെങ്കിലും അല്ലെങ്കിൽ ആക്ഷൻ സീക്വൻസിലെ ഒരു പഞ്ചാണെങ്കിലും എല്ലാം നല്ല രീതിയിൽ തന്നെ സ്കോർ ചെയ്തിട്ടുണ്ട്. പിന്നെ നസ്ലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ ഒരു യൂഷ്വൽ ബോയ് നെക്സ്റ്റ് ഡോർ ക്യാരക്ടർ വളരെ നീറ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ചന്തു സലീം കുമാർ ആയാലും അല്ലെങ്കിൽ അരുൺ കുര്യൻ ആയാലും രണ്ടുപേരും ആ ഒരു ഫൺ എലമെന്റ്സിനെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സാൻഡിയെ സ്ട്രോങ് വില്ലൻ വേഷം അടിപൊളിയായിട്ട് തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. സാൻഡിനെ അറിയാത്തവരാണെങ്കിൽ നമ്മുടെ ലിയോ മൂവിയിൽ ആ ഒരു സൈക്കോ കില്ലർ അല്ലെങ്കിൽ സൈക്കോ വില്ലൻ ക്യാരക്ടർ അഭിനയിച്ചൊരു വ്യക്തിയാണ്. പിന്നെ പറയാനുള്ള വിജയരാഘവൻ, ഒരു കുറച്ച് സീക്വൻസ് ഉള്ളെങ്കിൽ പോലും നല്ല രീതിയിൽ തന്നെ അല്ലെങ്കിൽ നല്ല ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ളൊരു സീക്വൻസ് ആയിരുന്നു. പിന്നെ എടുത്തു പറയേണ്ടത് ജേക്സ് ബിജോയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ. അതൊരു രക്ഷ ഉണ്ടായിരുന്നില്ല. കാരണം ആ ഒരു മൂവിയുടെ ഓരോ എലമെന്റ്സിനെയും ഹൈലൈറ്റ് ചെയ്യാനായിട്ട് അത്രയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് വരുന്ന 2 എൻഡ് ക്രെഡിറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അത് നെക്സ്റ്റ് മൂവീസിലേക്കുള്ള നമുക്കൊരു എക്സൈറ്റ്മെന്റ് ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടി നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സെക്കൻഡ് എൻഡ് ക്രെഡിറ്റിൽ വരുന്ന ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയാലും ജേക്സ് ബിജോയ് നന്നായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ചമൻ ചാക്കോയുടെ എഡിറ്റിംഗ്, അങ്ങേർക്ക് അറിയാം എങ്ങനെ ആൾക്കാരെ തിയേറ്ററിൽ പിടിച്ചിരുത്തണം, എങ്ങനെ ഒരു സിനിമ എൻഗേജിങ് ആക്കണമെന്നും. അതിന് കിടിലം വർക്ക് തന്നെയാണ് ഇതിനകത്തും ചെയ്തു വെച്ചിരിക്കുന്നത്. മൊത്തത്തില് ഡൊമിനിക് അരുൺ ഒരു കിണ്ണം കാച്ചി ഒരു സൂപ്പർ ഹീറോ ഫീമെയിൽ പടമാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ആസ് പെർ റിപ്പോർട്ട്സ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഫീമെയിൽ സൂപ്പർ ഹീറോ പടം തന്നെയാണെന്നാണ്. ഇപ്പൊ ഈ ഒരു പടത്തിൽ കാണിക്കുന്ന കണ്ടന്റ് അത് ഭയങ്കര ഹോളിവുഡ് രീതിയിലേക്ക് എടുത്ത് വിചാരിച്ചോ, മലയാളി ഓഡിയൻസിന് കണക്ട് ആവാൻ ഭയങ്കര പാടാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലൂസിഫർ ഇന്ന് കംപ്ലീറ്റ് ഡിഫറെന്റ് ആണ്. എമ്പുരാൻ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് സ്റ്റോറി ടെല്ലിംഗ്, ഭയങ്കര ഹോളിവുഡ് ടച്ച് ഉള്ള ഒരു സ്റ്റോറി ടെല്ലിംഗ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആയിട്ട് ഒരു മലയാളി ഓഡിയൻസിനെ കണക്ട് ആവാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സിനിമയായിരുന്നു. പക്ഷെ നേരെ വിപരീതം ആലോചിച്ച് നോക്കിയാൽ മിന്നൽ മുരളി, അത് വിശേഷിപ്പിക്കുന്നത് തന്നെ ബെസ്റ്റ് ഇന്ത്യൻ സൂപ്പർ ഹീറോ മൂവിയിൽ ഒന്നാണത്. അതെന്തുകൊണ്ടാണ്? റൂട്ടഡ് സ്റ്റോറി ടെല്ലിംഗ് ഉള്ളതുകൊണ്ട് തന്നെയാണ്. ഞാൻ പറഞ്ഞു തന്നത് ഈ ഒരു സിനിമയും
എല്ലാവരും അക്സെപ്റ്റ് ചെയ്യാനുള്ള ഏറ്റവും വലിയ റീസൺ അത് മലയാളി ഓഡിയൻസ് അല്ലെങ്കിൽ ഒരു കേരള ടച്ച് എവിടെയൊക്കെയോ അത് കൊണ്ടുവന്നുകൊണ്ട് തന്നെയാണ്. പിന്നെ 30 കോടിയിലോ VFX സൂപ്പർ വർക്കാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അഡീഷണൽ സ്ക്രീൻ പ്ലേയിൽ ശാന്തി ബാലചന്ദ്രന്റെ പേര് കണ്ടായിരുന്നു. അത് നമുക്ക് ഈ സിനിമ കാണുമ്പോൾ തന്നെ ഒരു ഫീമെയിൽ ടച്ച് എവിടേക്ക് ഫീൽ ചെയ്യും. എനിക്ക് എസ്പെഷ്യലി ക്ലൈമാക്സിലൊക്കെ ഭയങ്കര ഒരു ഫീമെയിൽ സപ്പോർട്ടോടെ എഴുതിയ ഒരു ഫീൽ കിട്ടിയായിരുന്നു. ഓവറോൾ ഒരു കിഡിലും സൂപ്പർ ഹീറോ പടം തന്നെയാണ് ലോക. തിയേറ്റർ എക്സ്പീരിയൻസ് ഗ്യാരണ്ടീഡ്, മസ്റ്റ് വാച്ച് ആണ്. ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തിയേറ്ററിൽ തന്നെ പോയി കാണും.